ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിരുന്നത് നല്ലൊരു വെഡിങ് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആ കേക്ക് ഡെലിവറി ചെയ്യാൻ പോയപ്പോഴത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ആ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ടെൻഷനാണ് നമുക്ക് ഈ കേക്കിന് യാതൊരു കുഴപ്പമില്ലാതെ നമ്മൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുവരെ നമ്മളുടെ ചുമതലയാണല്ലോ. ഈ കേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് കവടിയാറിലുള്ള ഉദയ് പാലസ് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നേ. അവിടെ ഗസ്റ്റൊക്കെ വരുന്നതിന് കുറേ മുമ്പാണ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഒരു 6 മണിക്കോ 6:30ക്കോ ആണ് ഫംഗ്ഷൻ തുടങ്ങുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 മണിക്ക് നമ്മളോട് എത്തിക്കാൻ പറയും. ആ കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ, അതിനും ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ എപ്പോഴും എത്തിച്ചിരിക്കും. ഞാൻ എപ്പോഴും ഓരോ കല്യാണം കൂടാൻ പോകുമ്പോഴും അതുപോലെ ഈ കേക്ക് ഡെലിവറി ചെയ്യാൻ പോകുമ്പോഴാണ് കൂടുതലായിട്ട് ഓർക്കുന്നത് പണ്ടത്തെ കല്യാണങ്ങളും ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ രീതികളുമായിട്ടുള്ള വ്യത്യാസമല്ലേ. ഭക്ഷണം ഉൾപ്പെടെ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഉൾപ്പെടെ എന്ത് വ്യത്യാസമായിന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കേക്ക് വെക്കാനായിട്ട് സ്റ്റേജിൽ തന്നെ ഒരു സ്റ്റാൻഡ് കാണും. അതിന് മുമ്പിൽ കുറച്ച് ഫ്ലവർ അറേഞ്ച്മെൻറ്റും ഒക്കെ കാണും. അപ്പം അവർ ആ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തീർത്തിട്ടില്ലായിരുന്നതുകൊണ്ട് അവർ ആ സ്റ്റാൻഡ് വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മുമ്പിലുള്ള ഒരു ടേബിളിലോട്ട് വെച്ചിട്ട് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സിൻ്റെ എല്ലാം ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഭക്ഷണമൊന്നും അങ്ങനെ എടുത്തു തുടങ്ങിയില്ല, സാലഡ്സ് മാത്രമേ എടുത്തു തുടങ്ങിയുള്ളായിരുന്നു. അപ്പോൾ അവിടെയും പോയി ഞാൻ അത്യാവശ്യം ഒന്ന് എത്തി നോക്കി. പിന്നെ അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഇത് കണ്ടോ, ഇങ്ങനെ തിരിച്ചിങ്ങനെ വലിയൊരു ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും കുറേ ചെയർസൊക്കെ ഇട്ട് ടേബിളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് ആ ഒരു ഭാഗം മാത്രം സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരൻസിനും സിബ്ലിങ്സിനും അങ്ങനെ ഉള്ളവർക്ക് മാത്രം ഇരിക്കാനുള്ള സ്പേസ് മാറ്റിയിട്ടിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഫുഡ് സെർവ് ചെയ്ത് വെക്കാനുള്ള പാത്രങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആകെപ്പാടെ സെർവ് ചെയ്തത് കുറേ സാലഡ്സ് ആയിരുന്നു. അപ്പം ആ ഭാഗമെല്ലാം നിങ്ങളെ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാമേ. എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ കാണാനായിട്ട്. ബ്രാസിൻ്റെ പാത്രങ്ങളാണ് എല്ലാം കേട്ടോ. അതോ ഇനിയും പുറത്ത് ബ്രാസും അകത്ത് സ്റ്റീലുമാണോ എന്നറിയില്ല. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. കിട്ടിയ സമയം കൊണ്ട് ഞാൻ സാലഡ് പാത്രങ്ങളിലൊക്കെ ഒന്ന് എത്തി നോക്കി കേട്ടോ. എനിക്ക് ഈ സാലഡുകളൊക്കെ എത്ര ഭംഗിയായിട്ടുണ്ടാക്കിയാലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആകപ്പാടെ ഇഷ്ടമുള്ളത് കോൾസ്ലോ മാത്രമാണ്. പക്ഷേ ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ സെർവ് ചെയ്ത് കാണുമ്പം നമുക്ക് എത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടാൽ കൊതിയായിപ്പോകും കേട്ടോ. പ്രത്യേകിച്ച് വിശന്നും കൂടി ഇരിക്കുകയാണെങ്കിൽ പറയുകയും വേണ്ട. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ആ ചെയറും ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടിരുന്നല്ലോ, ആ ഒരു ഹോളിൻ്റെ തൊട്ട് പുറത്താണേ. ഒരു ചെറിയൊരു തട്ടുകട സ്റ്റൈലിൽ അവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചായയും കാപ്പിയും സ്നാക്സും ഒക്കെ ആയിട്ട്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവിടെ ഒരു ഗ്രൂപ്പ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. ഇതിപ്പം അവർ ഓരോന്നിൻ്റെ ആയിട്ട് സൗണ്ട് ചെക്ക് ചെയ്യാനേ. വീണ വായിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ചെക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രംസ്, തബല അങ്ങനെയുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ വയലിൻ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ഫിലിം മ്യൂസിക് പ്ലേ ചെയ്യുന്നതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അവരുടെ മ്യൂസിക് എൻജോയ് ചെയ്യും കേട്ടോ. ഓരോ ഇൻസ്ട്രുമെൻറ്റും ഞാൻ കുറേ നേരം എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് വയലിൻ ആയതുകൊണ്ടാണ് അത് കുറച്ച് കൂടുതൽ നേരം ഞാൻ കാണിക്കുന്നത് കേട്ടോ.
ആദ്യം അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ആ ഹോളിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. ആ ആളുമായിട്ടാണ് ഇവർ ഓരോരുത്തരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ഇൻസ്ട്രുമെൻറ്റും ചെക്ക് ചെയ്യണമല്ലോ, ഓരോന്നും ക്ലിയറായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ടോ, ഓരോന്നിനും എത്ര വോളിയം വേണം, അതിനനുസരിച്ചൊക്കെ ആ ബാക്കിലിരിക്കുന്ന ആളാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സമയമില്ലാഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു പാട്ട് പ്ലേ ചെയ്യുന്നത് മാത്രമേ കാണാൻ പറ്റിയുള്ളേ. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പം ആ തിരിച്ചിറങ്ങുന്ന വഴിയും കൂടെ അങ്ങോട്ട് പോയപ്പം കയ്യിൽ കേക്ക് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലുള്ള ഡെക്കറേഷനും ഒക്കെ കൂടെ ഒന്ന് എടുക്കുകയാണേ. അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമേ. ഇപ്പോൾ ദേ ഒരാൾ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് കേട്ടോ, അത് നമ്മുടെ ഗ്രൂമാണേ. അദ്ദേഹത്തിനെ വെച്ച് അവിടെ ചെറിയ ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ് ഞാൻ അറിഞ്ഞുകൊണ്ട് എടുക്കാഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്